കേരളത്തിലെ വാഹനപ്രേമികൾ ഏറെ നാളായി കാത്തിരിക്കുന്ന ഒരു വിഷയമാണ് വാഹന മോഡിഫിക്കേഷൻ. തിരഞ്ഞെടുപ്പ് സമയത്ത് വാഹന മോഡിഫിക്കേഷന് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുമെന്ന വാഗ്ദാനം വലിയ ചർച്ചയായിരുന്നു. ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് 18 തരത്തിലുള്ള മോഡിഫിക്കേഷനുകൾക്ക് അനുമതി നൽകാമെന്നാണ് ശുപാർശ. പക്ഷെ ഇവിടെ പ്രധാന കാര്യം പലരും കരുതിയതുപോലെ എഞ്ചിൻ സ്വാപ്പ്, വലിയ ലിഫ്റ്റ് കിറ്റ്, എക്സോസ്റ്റ് ചേഞ്ച്, വാഹനത്തിന്റെ ഘടന തന്നെ മാറ്റുന്ന മോഡിഫിക്കേഷനുകളാണ്. എന്നാൽ ഇപ്പോൾ പുറത്തു വന്ന നിർദ്ദേശങ്ങൾ അങ്ങനെയുള്ളതല്ല. അനുവദിക്കപ്പെടാൻ സാധ്യതയുള്ളവയിൽ സീറ്റ് കവറുകൾ, ഫ്ലോർ മാറ്റ്, സ്റ്റിയറിംഗ് വീൽ കവർ, ഡാഷ് ക്യാം, റിവേഴ്സ് ക്യാം, പാർക്കിംഗ് സെൻസറുകൾ, GPS ട്രാക്കറുകൾ, റൂഫ് കാരിയറുകൾ, സ്പീക്കേഴ്സ്, ഇന്റീരിയർ ലൈറ്റുകൾ തുടങ്ങിയ ഉൾപ്പെടുന്നു. അതുപോലെ വാഹനങ്ങളിൽ സ്റ്റിക്കറുകളും ഡിസൈനുകളും ഉപയോഗിക്കാം. എന്നാൽ അത് നിയമവിരുദ്ധമായതോ സമൂഹത്തിലെ സ്വീകാര്യമായതോ ആവരുത്. വാഹനത്തിന് നിറം മാറ്റുന്നതിനും ചില സാഹചര്യങ്ങളിൽ പ്രത്യേക അനുമതി ആവശ്യമായേക്കാം. ഈ 18 ഇനങ്ങളിൽ പലതും ആളുകൾ നേരത്തെ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അതിനാൽ പ്രതീക്ഷിച്ച വലിയ മാറ്റമില്ല. ഒരു കാര്യം വ്യക്തമാണ്, കേരളത്തിലെ വാഹന മോഡിഫിക്കേഷൻ ചർച്ച വീണ്ടും സജീവമായിരിക്കുകയാണ്. വർഷങ്ങളായി നിയന്ത്രണങ്ങളും വിവാദങ്ങളും നിറഞ്ഞ ഈ മേഖലയിൽ പുതിയ നിർദ്ദേശങ്ങൾ വാഹനപ്രേമികൾക്കൊരു പ്രതീക്ഷ നൽകുന്നു. ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന മാറ്റങ്ങൾ വലിയ വിപ്ലവമല്ലെങ്കിലും ഭാവിയിൽ കൂടുതൽ വ്യക്തവും പ്രായോഗികവുമായ നിയമങ്ങൾക്ക് വഴിയൊരുക്കാൻ സാധ്യതയുണ്ട്. സാങ്കേതിക വിദ്യയും വാഹന സംസ്കാരവും അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് നിയമങ്ങളും അതിനനുസരിച്ച് മാറേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ആരംഭിച്ച ഈ ചർച്ച വരും വർഷങ്ങളിൽ കേരളത്തിലെ വാഹന സംസ്കാരത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന വിഷയമായി മാറും. ഇപ്പോൾ വാഹനപ്രേമികൾ കാത്തിരിക്കുന്ന ഒരു കാര്യത്തിനാണ് ഈ നിർദ്ദേശങ്ങൾ ഭാവിയിൽ എത്രത്തോളം വികസിക്കും, അഥവാ എത്രത്തോളം മാറ്റം വരും.